ഈ സംഭവം നടന്നോടത്ത് തന്നെ ബിനോയ് എന്നെ വിളിച്ച കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ അത് അപ്പം തന്നെ DDMA പ്രകാരം എന്നെ ഡെപ്യൂട്ടി കളക്ടറും വിളിച്ചിരുന്നു കാര്യം. ആയത് പ്രകാരം ഇന്ന് സ്ഥലപരിശോധന നടത്തി അതിൻ്റെ DM ആക്ട് പ്രകാരം ആ കല്ല് നീക്കം ചെയ്യുവാനും അതുപോലെ തന്നെ ഇനി അപകടമായ ഭീഷണിയായി നിൽക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യാനുള്ള ഒരു റിപ്പോർട്ട്, സമഗ്രമായ റിപ്പോർട്ട് തരാൻ RDO തളിപ്പറമ്പ് ഇന്ന് രാവിലെ വിളിച്ചെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തരണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഉടനെ തീരുമ്പോൾ തന്നെ അത്ര സമയമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ഏതായാലും ഫോൺ മുഖാന്തരം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടെയുള്ള സ്ഥിതിക്ക് ഇപ്പോൾ അവിടെ ലൂസായി കിടക്കുന്ന പാറകളെ കുറിച്ച് ഇതിനു മുമ്പ് ഈ കോറയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സംയുക്ത പരിശോധന RDO അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത അധികാരികൾ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന റിപ്പോർട്ടിൽ ജിയോളജിയുടെ വളരെ കൃത്യമായി ഈ ലൂസ് ബോൾഡേഴ്സ്, അതായത് ലൂസായി കിടക്കുന്ന ഈ റോക്കുകൾ ഇവിടെ അപകട ഭീഷണി ഉണ്ടെന്നും അത് കോറി ഉടമയുടെ മേൽനോട്ടത്തിൽ തന്നെ അത് പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമാണ് അപകട ഭീഷണി ഒഴിവാകുമെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് കുറെ കാലം അത് പ്രവർത്തിക്കാതിരുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാലമായി അത് പ്രവർത്തിക്കാതിരുന്നു. വീണ്ടും ഇപ്പോൾ ഒരു മാസം മുമ്പേ വീണ്ടും ഞങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തത്. ആ കോടതി വിധിയുടെ ലീഗൽ ഒപ്പീനിയൻ ഗവൺമെന്റ് തേടിയത് ആ വിധി ഒന്നും കൂടി പരിശോധിക്കാൻ വേണ്ടി സിംഗിൾ ബെഞ്ചിന് തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ വിട്ടുകൊടുത്തതിന്റെ സാഹചര്യത്തിൽ ആദ്യം പറഞ്ഞ അതായത് SO 1807 എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്റർ ഓഫ് എൻവയൺമെന്റ് ഫോറസ്റ്റിന്റെ ഓർഡർ ഉണ്ട്. അതായത് ഇതിന്റെ പാരിസ്ഥിതിക അനുമതി എന്ന് പറയുന്നത് ആ കോറയുടെ മൈൻ ലൈഫിന് തുല്യമാണ് എന്നുള്ളതായിരുന്നു ആ SO 1807. അതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നത്. ആ സ്റ്റേ ചെയ്തിരുന്നത് ഗവൺമെന്റും അതുപോലെ തന്നെ കോറി അസോസിയേഷനും മറ്റുള്ളവരും വീണ്ടും അപ്പീൽ പോവുകയും അപ്പീലിൽ വീണ്ടും അത് സിംഗിൾ ബെഞ്ച് വീണ്ടും കേൾക്കാൻ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. വീണ്ടും കേൾക്കാൻ പറയുമ്പോൾ തന്നെ ആദ്യത്തെ 1807 പൂർണ്ണമായി റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞില്ല എന്ന് ലീഗൽ ഒപ്പീനിയൻ ഗവൺമെന്റിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ഓഫ് മൈനിങ് ആൻഡ് ജിയോളജി ഞങ്ങൾക്ക് അങ്ങനെയുള്ള കോറികൾ വീണ്ടും തുറന്നു പ്രവർത്തിച്ചെടുക്കാൻ അനുമതി കൊടുത്തോളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൊടുത്തു. അതിരിക്കട്ടെ, ഇന്നിപ്പോ ഈ പ്രവർത്തനം നമ്മൾ പരിശോധിച്ചതിൽ അവിടുന്ന് ഒരു വലിയ കൂറ്റൻ പാറക്കഷ്ണമാണ് റോഡിലേക്ക് നടുക്കി വന്നത്. അത് നീക്കം ചെയ്യേണ്ടത് എത്ര അത്യാവശ്യമാണ്. ബാക്കി എല്ലാ സാഹചര്യത്തിലും, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ ബ്ലോക്കായിട്ടാണുള്ളത്. അത് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ ഈ കോറയുടെ മുകൾ ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകട ഭീഷണിയിൽ കിടക്കുന്ന 8ഓളം വലിയ കരിക്കൽ കഷ്ണങ്ങളുണ്ട്. അതും നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അത് കോറി പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി കരുതേണ്ടതില്ല. കോറി പ്രവർത്തനം ഇനിയൊരു ഉത്തരവ് കളക്ടർക്ക് ഞങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനിയൊരു പുനഃപരിശോധനയോ അല്ലെങ്കിൽ ബാക്കി പാരിസ്ഥിതിക അനുമതിയുടെ പുനഃപരിശോധനയോ ചെയ്തതിനു ശേഷം മാത്രമേ കോറി പ്രവർത്തനത്തിന് അനുമതി നൽകേണ്ടതുള്ളൂ. പക്ഷേ ഇനി മഴ വരുന്നതിന് മുമ്പേ അവിടെ ലൂസായി കിടക്കുന്ന പാറകൾ നീക്കം ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അത് നേരത്തെ വീണ്ടും പോയി പരിശോധിച്ചതിന് കഴിഞ്ഞേക്കാകുമ്പോൾ കോറി ഉടമ പറഞ്ഞത് അത് പ്രശ്നമില്ലാതെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് പുള്ളിയുടെ അഭിപ്രായം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ചർച്ച ചെയ്ത് നമുക്കിന്നിപ്പോൾ തീരുമാനിക്കണം. കോറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുറന്നുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ടറുടെ മേൽനോട്ടത്തിൽ പിന്നീട് നമ്മുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തീരുമാനിക്കാനേ സാധിക്കുള്ളൂ. ഇപ്പോൾ കോറി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവ് നൽകണം എന്ന് തന്നെയാണ് ജിയോളജിയും റിപ്പോർട്ട് നൽകാൻ പോകുന്നത്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.